ഹായ് ഹലോ നമസ്കാരം. അജിത്താണ്. ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ബെഹറിലെ ഗുദേബിക്കടുത്തുള്ള ആൻഡലൂസ് ഗാർഡന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഒഴിവു സമയങ്ങൾ ആസ്വദിക്കുവാനും ജോഗിങ്ങിനുമായി നിരവധി പേർ ഇവിടെ എത്താറുണ്ട്. ഗാർഡൻ എത്തുന്നവരെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് വി ലവ് ബെഹറിൻ എന്നൊരു ബോർഡാണ്. അതിന് സമീപത്തായി തന്നെ ഒരു ചെറിയ ഫുട്ബോൾ കോർട്ടുമുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് ശേഷം ഇവിടെ ഫുട്ബോൾ മാച്ചുകൾ നടക്കാറുണ്ട്. 2.7 ഹെക്ടർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഗാർഡൻ ഈന്തപ്പനകളും പൂക്കളും പ്രാദേശിക സസ്യങ്ങളും ഉൾപ്പെടെ വിവിധ സസ്യങ്ങളുടെ ആവാസ കേന്ദ്രവുമാണ്. കൂടാതെ പല നിറത്തിലുള്ള പൂക്കളും ഈ ഗാർഡനിലേക്ക് സന്ദർശകരെ സ്വാഗതം ചെയ്യുകയാണ്. പച്ച പരവതാനി വിരിച്ച പോലെയുള്ള പുൽത്തകിടകളാണ് പാർക്കിന്റെ മുഖ്യ ആകർഷണം. പരമ്പരാഗത ഇസ്ലാമിക ശൈലിയിലാണ് ഈ മനോഹരമായ പാർക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വൃത്താകൃതിയിലാണ് ആൻഡലൂസ് ഗാർഡൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ജോഗിങ്ങിനും നടക്കാനുമൊക്കെയായി ഗാർഡന് ചുറ്റുമൊരു നടപ്പാതയും നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ ഒഴിവു സമയങ്ങളിൽ വന്ന് ഇരിക്കുന്നതിനു വേണ്ടി ഇരിപ്പിടങ്ങളും ഈ പാർക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള നിരവധി ചെറുതും വലുതുമായ പാർക്കുകൾ ബഹ്റൈനിൽ നിരവധി ഇടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പാർക്കുകളെല്ലാം സ്വദേശികളും വിദേശികളുമായ ആളുകൾക്ക് ഏറെ ആശ്വാസകരവുമാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ചില ചെടികളും പൂക്കളും ഇവിടെ നമുക്ക് കാണാം. സുഹൃത്തുക്കൾക്കും ഫാമിലിക്കുമൊപ്പം ഒത്തുചേരാനും സമയം ചിലവഴിക്കാനുമാണ് ഏറെ ആളുകൾ ഇവിടം ഉപയോഗിക്കുന്നത്. പാർക്കിനോട് ചേർന്ന് ഒരു ഓപ്പൺ സ്റ്റേജും നിലവിലുണ്ട്. നിരവധി സംഘടനകളുടെ പ്രോഗ്രാമുകൾ ഈ സ്റ്റേജിൽ വെച്ച് നടത്താറുമുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന ആര്യവേപ്പാണിത്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമായി നിരവധി ആളുകളാണ് ഈ പാർക്കിലെത്താറുള്ളത്. നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണ്. ഗാർഡനോട് ചേർന്ന് തന്നെ നിരവധി കടകളും വിവിധ ഓഫീസുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.